ഇന്ത്യയും അമേരിക്കയും കൂടി ചേർന്നാൽ ഒന്നും രണ്ടല്ല 11 മോദി പറഞ്ഞത്. വലിയ ഒരു പ്രതീക്ഷയാണ് ട്രംപും അതോടൊപ്പം തന്നെ മോദിയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ലോകങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ സംഭവിച്ച നല്ല മാറ്റങ്ങൾ? ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപേ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ട്രംപ് മോദിയെ കണ്ടതുപോലെ, മോദി ട്രംപിനെ കണ്ടതുപോലെ അല്ല ഇത്തവണത്തെ കൂടിക്കാഴ്ച. ഇത്തവണ കൂടിക്കാഴ്ചയിൽ നമ്മളൊക്കെ കാണുമ്പോൾ വലിയ സഹകരണവും ഫ്രണ്ടൊക്കെ ആണെങ്കിൽ പോലും മാനസികമായ ഒരു അടുപ്പം ട്രംപും മോദിയും തമ്മിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് സംശയിച്ച് നമുക്ക് പറയേണ്ടി വരും. ഉണ്ടോ എന്ന് ഒന്നുകൂടി നമുക്ക് ചോദിക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം തീരുവ കൂട്ടിയതുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ നിന്നുള്ള അനധികൃതമായ ഇന്ത്യയിലെ കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട് കയ്യിലും കാലിലും ചങ്ങലയിട്ട് കയറ്റി അയച്ചതുമായൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുറമേ പറഞ്ഞില്ല എങ്കിലും ഒരു പ്രതിഷേധം അമേരിക്കയോടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ട്രംപ് മനസ്സിൽ കാണുമ്പോൾ മോദി മാനത്ത് കാണും എന്നുള്ളതാണ്. അതായത് ഇനി അമേരിക്കയുമായി മുന്നോട്ട് പോയാൽ ഇലോൺ മസ്കും ട്രംപും ചേർന്നാണ് അമേരിക്ക ഒരുമിച്ചിരുന്ന് ഭരിക്കുന്നത്. കാരണം ഇലോൺ മസ്ക് എന്ത് പറയുന്നു അതാണ് ട്രംപ് കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇലോൺ മസ്കിന്റെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു പാവയായി തീരാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ത്യ കൃത്യമായി ട്രംപ് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ ഒരു പടി മോദി മുന്നോട്ട് വച്ചു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനെ വിറ്റ കാശ് മോദിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് ട്രംപ് മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ തീരുവ കൂട്ടിക്കൊണ്ട് ഇലോൺ മസ്കിന്റെ ആവശ്യങ്ങൾ ഇന്ത്യ വഴി അല്ലെങ്കിൽ മോദിയിലൂടെ നടപ്പിലാക്കാം എന്നാണ് ട്രംപും മോദിയും വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെയാണ് മോദിയുടെ കൃത്യമായ ഇടപെടൽ ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം, ആയുധങ്ങൾ വാങ്ങുന്നതിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധമൊക്കെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് അമേരിക്ക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അമേരിക്ക അസ്വസ്ഥയാക്കുമ്പോൾ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ പല തവണ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം പഴയ തരത്തിലുള്ള ഒരു ബന്ധമല്ല അമേരിക്കയും ഇന്ത്യയുമായുള്ളത്. കാരണം ഇപ്പോൾ അമേരിക്കൻ ഭരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലോൺ മസ്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിന്റെ ആവശ്യങ്ങൾക്ക് തുള്ളാൻ ഇന്ത്യയെ കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോദി ആദ്യം ഫ്രാൻസിലെത്തിയത്. മോദിക്ക് എപ്പോൾ വേണമെങ്കിലും അമേരിക്കയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് മുമ്പേ മോദി ഫ്രാൻസിലെത്തി AI സബ്മിഷൻ സെമിനാറിൽ പങ്കെടുത്തത് എന്നുള്ളൊരു ചോദ്യം, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് എന്ന് പറയുന്നത്. അതായത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു മോദി നടത്തിയത്. ഫ്രാൻസിലെത്തിയ മോദി ആണവോർജം, സ്റ്റാർട്ടപ്പ്, AI, സൈനിക സഹകരണം തുടങ്ങിയ കരാറുകളിൽ ഫ്രാൻസുമായി ഒപ്പുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈനികവും പ്രതിരോധവും സ്റ്റാർട്ടപ്പും ആണവോർജവും ഒക്കെ ഫ്രാൻസുമായി ഒപ്പുവെക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ണ് തള്ളി അമ്പരന്നിരിക്കുകയാണ് ട്രംപ് എന്ന് പറയുന്നത്. മാത്രമല്ല പ്രതിരോധ ജെറ്റ് എഞ്ചിൻ, ഹെലികോപ്റ്റർ എഞ്ചിൻ, മിസൈലുകൾ വാങ്ങുന്നതിന്, ഇന്ത്യയിലെ പിനാക റോക്കറ്റ് ലോഞ്ച് വാങ്ങുന്നതിന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഫ്രാൻസുമായി സഹകരിച്ചു പോകാനാണ് ഇന്ത്യയുടെ തീരുമാനം. 10 ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആതിഥ്യം വഹിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ആണവ റിയാക്ടർ സാങ്കേതിക വിദ്യയിൽ ഫ്രാൻസുമായി സഹകരിച്ചു പോകാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇൻഡോ പസഫിക് വികസന പദ്ധതിക്ക് പരസ്പര സൗഹൃദപരമായി സഹകരണപരമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. പ്രതിരോധം, ബഹിരാകാശം, സിവിൽ ആണവ സഹകരണം, പൊതു ആരോഗ്യം, അഡ്വാൻസ്ഡ് മോഡുലർ റിയാക്ടർ തുടങ്ങിയ കരാറുകളിലെല്ലാം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. സകല മേഖലകളിലും ജെറ്റ് എഞ്ചിൻ വാങ്ങാനുള്ള മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സഹകരണം ഒപ്പുവെച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ഈ പ്രതിരോധ മേഖലകളിലൊക്കെ നിരവധി കരാറുകൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ചു. പക്ഷെ പലതും രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് ആ കരാറുകൾ ഏതാണ് എന്ന് പുറത്തു പറയാൻ ഇന്ത്യയും ഫ്രാൻസും തയ്യാറാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ എല്ലാ മേഖലകളിലും കരാർ ഒപ്പുവെക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് അത്ര വലിയ രീതിയിൽ വേണ്ട എന്ന് ട്രംപിനെ മോദി ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയെ അമേരിക്കയ്ക്കും ആവശ്യമുണ്ട്, അമേരിക്ക ഇന്ത്യക്കും ആവശ്യമുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല നമുക്ക് ഈ തേജസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ
സൈനിക തേജസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് അമേരിക്കയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ എഞ്ചിനുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് അമേരിക്കയെ മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ മാറ്റി നിർത്താതെ തന്നെ നമ്മുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുവയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടി ആവശ്യങ്ങൾ നമ്മൾ പറയുന്നിടത്ത് കൂടി നിന്നുകൊണ്ട് ട്രംപിനെ കൊണ്ടുപോവുക എന്നുള്ളൊരു വലിയ ബുദ്ധിപരമായ നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ ഇലോൺ മസ്ക് ഇപ്പോൾ ടെസ്ല കാറ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, ഇന്ത്യയിലേക്ക് അത് ചൈനയിൽ നിർമ്മിച്ച കാറ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റ് അടിക്കണമെന്നൊക്കെയുള്ളതാണ് ഇലോൺ മസ്കിന്റെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇലോൺ മസ്ക് ഇതിനു വേണ്ടിയാണ് ട്രംപിനെ എങ്ങനെ ഇന്ത്യക്കെതിരെ തീരുവ കൂട്ടാനും ഇന്ത്യയിൽ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനും ഒക്കെയുള്ള ഇത്രയും ദ്രുതഗതിയിലുള്ള തീരുമാനമൊക്കെ എടുപ്പിക്കാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ പറഞ്ഞത് ശത്രു രാജ്യങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രശ്നക്കാര് എന്ന് പറയുന്നത് ഈ സഖ്യരാഷ്ട്രങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളാണെന്നാണ്. പ്രത്യേകിച്ചും ഈ ഇറക്കുമതി തീരുവ വലിയ രീതിയിൽ ഇന്ത്യയെ തന്നെ ടാരിഫ് കിങ് ആണെന്നാണല്ലോ ട്രംപ് വിളിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉടക്കി നിൽക്കുക തന്നെയാണ് ഒരു കണക്കിന് ട്രംപ് അമേരിക്കയിൽ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മോഡിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അനുനയ നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടുംപിടുത്തം ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് ഇന്ത്യ എന്തിനാണ് ഇത്രയും ടാരിഫ് ഈടാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും തിരിച്ചത് തന്നെ ചെയ്യും. കണ്ണിന് കണ്ണ് എന്ന നയമാണ് ട്രംപ് എല്ലാ രാജ്യങ്ങളോടും സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ ഒന്നും വലിയ രീതിയിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ രണ്ടാമതും അധികാരം ഏറ്റതിന് ശേഷമുള്ള ഈ ഒരു നീക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? നേരത്തെ ധന്യ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഉപരോധം വരും ദിവസങ്ങളിൽ വരുമോ എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അത്തരത്തിൽ ഒരു ഉപരോധത്തിനൊന്നും ഇന്ത്യയോട് കളിക്കാൻ ട്രംപ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഗൗതം പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ തവണ വന്നതുപോലെയല്ല, മൈ ഡിയർ ഫ്രണ്ട് എന്ന് വിളിച്ച് ഹൗഡി മോഡി പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണം നേടിയതുപോലെയല്ല ഇത്തവണ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു ഭീമനായ വ്യവസായ രാക്ഷസൻ, പണം കൊണ്ട് മാത്രം ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ രാക്ഷസൻ ട്രംപിനോടൊപ്പമുണ്ട്. ആ വ്യവസായ രാക്ഷസന്റെ ഒരു കടും പിടുത്തത്തിലൂടെയാണ് ട്രംപ് ഇങ്ങനെ ഇന്ത്യയെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ നിങ്ങളില്ലെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ബന്ധമുണ്ട്. ഇപ്പോൾ ഫ്രാൻസുമായി അടുത്ത ബന്ധമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്, ചൈന, റഷ്യ, ഫ്രാൻസ്, മലേഷ്യ, തായ്വാൻ, സിംഗപ്പൂര്, അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പൊ ഇന്ത്യ അങ്ങനെ ഒറ്റയടിക്ക് ഇന്ത്യയെ അങ്ങ് ഭയപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇന്ത്യയെ തളയ്ക്കാനൊന്നും ട്രംപിനെ കൊണ്ട് ഇലോൺ മസ്കിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ട്രംപ് പറഞ്ഞത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പറ്റില്ല, ഭയങ്കര പ്രയാസമാണ് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ, കാരണം ഈ ടാരിഫ് ഉണ്ട് എന്നാണ്. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ ട്രംപ് നമ്മുടെ 18% വരുന്ന സാധനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അമേരിക്കയിലേക്ക് അയക്കുന്നത്. അത് എല്ലാ മേഖലകളിലും, എൻജിൻ മേഖലകളിലാണെങ്കിലും പ്രതിരോധ മേഖലകളിലാണെങ്കിലും ആണവോർജ മേഖല, എല്ലാ മേഖലകളിലേക്കും നമ്മുടെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ താരിഫൊക്കെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അക്കാര്യത്തിൽ കൃത്യമായ നിലപാടും പ്രതിരോധ സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോ ഇന്ത്യക്ക് മേൽ റഷ്യയിൽ നിന്ന് ഈ ആയുധങ്ങൾ വാങ്ങുന്നതിലെ ഒരു ഉപരോധം അമേരിക്ക ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫ്രാൻസുമായി ഒരു കൃത്യമായ ഒരു അടുപ്പം പെട്ടെന്ന് തന്നെ കാത്തു സൂക്ഷിക്കാൻ മോദി ശ്രമിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രതിരോധ മേഖലയിൽ നിരവധി കരാറുകൾ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ്. അതായത് റഷ്യയെ നിങ്ങൾ ഉപരോധിച്ചാൽ ഞങ്ങൾക്ക് ഫ്രാൻസ് ഉണ്ട്, ഫ്രാൻസും ഞങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ ഇടപാട് ഞങ്ങളോട് വേണ്ട എന്നുള്ളത് ട്രംപിനെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. പിന്നെ ഈ നേരത്തെ കണ്ട പ്രധാനമന്ത്രിമാരെ പോലെ അല്ല ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. കാരണം ട്രംപ് മോദിയുടെ മറ്റൊരു മുഖം കണ്ടിട്ടുണ്ട് എന്ന് ട്രംപ് തന്നെ ഒരു ചാനലിന്റെ, ഒരു അന്താരാഷ്ട്ര ചാനലിന്റെ അഭിമുഖത്തിൽ ട്രംപ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ട്രംപിന് കൃത്യമായി കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട്
ഇന്ത്യക്ക് എതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അമേരിക്ക തീർക്കാൻ വന്നാൽ അതിന് കൃത്യമായ മറുപടി കൊടുത്ത് അത് കൃത്യമായി തീർക്കാൻ ഇന്ത്യക്ക് അറിയാം എന്ന് ഇലോൺ മസ്കിനോടും ട്രംപിനോടും കൃത്യമായി പറയുകയാണ്. പിന്നെ മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഇകഴ്ത്തി സംസാരിക്കാൻ ഇന്ത്യ പഠിച്ചിട്ടില്ല. ഇന്ത്യ എവിടെ ചെന്നാലും ഇന്ത്യയുടെ സംസ്കാരം കാണിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. ആ സംസ്കാരം തന്നെയാണ് നരേന്ദ്രമോദി അമേരിക്കയിലും കാണിച്ചത്. പക്ഷേ ചെയ്യേണ്ടിടത്ത് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക തന്നെ ചെയ്തിരിക്കും.